സിവിൽ സർവീസ് ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നു. 958 പേർക്കാണ് യോഗ്യത ലഭിച്ചിരിക്കുന്നത്. അനുരാഗ് അഗ്നിഹോത്രിക്കാണ് ഒന്നാം റാങ്ക്. മലയാളിയായ ശ്രുതി ആറിന് 18ാം റാങ്കും ലഭിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, പറയൂ, മലയാളികൾക്ക് മറ്റെന്തെല്ലാം നേട്ടങ്ങൾ? ഒന്നാം റാങ്ക് ഉൾപ്പെടെയുള്ള ആദ്യ റാങ്കുകൾ ആർക്കൊക്കെയാണ്? 2025 സിവിൽ സർവീസ് ഫലമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അനൂജ അഗ്നിഹോത്രിക്കാണ് ഒന്നാം റാങ്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. രാജേശ്വരി സുവേദ് 2ാം റാങ്കും അതുപോലെ തന്നെ അങ്കഷ് ദള്ളിന് 3ാം റാങ്കും ലഭിച്ചിട്ടുണ്ട്. അതേസമയം ആദ്യ 10ൽ മലയാളികളൊന്നുമില്ല. മലയാളിക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന റാങ്ക് എന്ന് പറയുന്നത് 18ാമത്തെ റാങ്കാണ്. ശ്രുതി ആർ, മലയാളിയായ ശ്രുതി ആറിനാണ് 18ാമത്തെ റാങ്ക് ലഭിച്ചിരിക്കുന്നത്. 958 പേരാണ് മൊത്തം ഈ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് യോഗ്യത നേടിയത്. അതിൽ 180 പേർ IASനും 55 പേർ IFS, അതുപോലെ തന്നെ 150 പേർ IPS പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ 57ാം റാങ്ക് മലയാളിയായ ശ്രീജ JS കരസ്ഥമാക്കിയിരിക്കുകയാണ്. 105ാമത്തെ റാങ്ക് മലയാളിയായ ഗോപിക BM കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശയുണ്ടാക്കുന്ന ഒരു ഫലം തന്നെയാണ്. കാരണം ആദ്യ 100 റാങ്കിൽ 2 മലയാളികൾ മാത്രമാണ് ഇടം പിടിച്ചിരിക്കുന്നത്. 18ാമത്തെ റാങ്കിൽ ശ്രുതി ആറും അതുപോലെ തന്നെ 57ാമത്തെ റാങ്കിൽ ശ്രീജ JSുമാണ് മലയാളികൾ ഈ സിവിൽ സർവീസ് ഫലം വരുമ്പോൾ ആദ്യ 100ൽ ഉള്ളത്. എന്തായാലും ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ അനൂജ് അഗ്നിഹോത്രിയാണ്. എന്തായാലും 2025 സിവിൽ സർവീസ് ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മൊത്തം 958 പേർ ഈ പരീക്ഷയിൽ വിജയിച്ച് യോഗ്യത നേടിയിട്ടുണ്ട്. അതിൽ ഈ 180 പേർ IASനും 55 പേർ IFS, അതുപോലെ തന്നെ 150 പേർ IPS എന്നിവയാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. മലയാളിക്ക് ലഭിച്ച ഉയർന്ന റാങ്ക് എന്ന് പറയുന്നത് 18 ആണ്. സിവിൽ സർവീസ് പരീക്ഷാ ഫലം പുറത്ത് വന്നിരിക്കുകയാണ്. 958 പേർക്കാണ് യോഗ്യത ലഭിച്ചിരിക്കുന്നത്. ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് അനൂജ് അഗ്നിഹോത്രി എന്ന വിദ്യാർത്ഥിയാണ്. മലയാളികൾക്ക് ഇത്തവണ നിരാശയുടെ ഒരു ഫലം എന്നാണ് ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് റിപ്പോർട്ട് ചെയ്യുന്നത്. അരവിന്ദ്, 958 പേർക്കാണ് യോഗ്യത ലഭിച്ചിരിക്കുന്നത്. ആദ്യ 100ൽ 2 മലയാളികൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? ഈ പട്ടിക ആദ്യഘട്ടത്തിൽ പരിശോധിക്കുമ്പോൾ ആദ്യ 100ൽ 2 മലയാളികളെ മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 57ാമത്തെ റാങ്കും അതുപോലെ തന്നെ 18ാമത്തെ റാങ്കുമാണ് ആദ്യ 100ൽ മലയാളികൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. 105ാമത്തെ റാങ്ക് ഗോപിക B കരസ്ഥമാക്കിയിട്ടുണ്ട്. 133ാമത്തെ റാങ്ക് ശ്രീലക്ഷ്മി VS, അതുപോലെ തന്നെ മറ്റുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ റാങ്ക് 958 പേരുടെ പട്ടികയാണ്. അവരുടെ പേര് വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ്. കൂടുതൽ മലയാളികൾ എന്തായാലും ഇതിൽ ഉൾപ്പെടും. എന്തായാലും 133ാമത്തെ റാങ്ക് അതുപോലെ തന്നെ 162ാമത്തെ റാങ്കും മലയാളി നേടിയിട്ടുണ്ട്. സൂര്യ VK ആണ് 162ാമത്തെ റാങ്ക് നേടിയിരിക്കുന്നത്. ആദ്യ 100ൽ 2 മലയാളികൾ, ഇതിനു പുറമെ 105ാമത്തെയും 133ാമത്തെയും 162ാമത്തെയും റാങ്കുകളാണ് മലയാളികൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ വലിയ രീതിയിലുള്ള മികച്ച നേട്ടം മലയാളികൾക്ക് ഉണ്ടായിരുന്നു. ആദ്യ 100ൽ തന്നെ നിരവധി മലയാളികൾ ഇടം പിടിച്ചിരുന്നു. പക്ഷേ ഇത്തവണ 2 മലയാളികൾ മാത്രമാണ് സിവിൽ സർവീസ് ഫലം വരുമ്പോൾ ആദ്യ 100ൽ ഇടം പിടിച്ചിരിക്കുന്നത്. 18ാമത്തെ റാങ്കിൽ ശ്രുതി ആറും അതുപോലെ തന്നെ 57ാമത്തെ റാങ്കിൽ ശ്രീജ JSുമാണ് ആദ്യ 100ൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സിവിൽ സർവീസ് പരീക്ഷാ ഫലത്തിന്റെ വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് പറയുന്നത്. 18ാം റാങ്ക് മലയാളിയായ ശ്രുതി ആറിനാണ്. ശ്രീജ JS റാങ്ക് പട്ടികയിൽ 57ാം സ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ ഗോപിക B അവരും മലയാളിയാണ്, 105ാം റാങ്കിലുണ്ട്. ശ്രീലക്ഷ്മി VS 133ാം റാങ്കിലുണ്ട്. സൂര്യ VK 162ാം റാങ്കിൽ. ഇതാണ് ഇതുവരെ ലഭ്യമായിട്ടുള്ള മലയാളികളുടെ കണക്ക്. അനൂജ് അഗ്നിഹോത്രിക്കാണ് ഒന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നത്. 958 പേരാണ് ഇത്തവണ സിവിൽ സർവീസിന് യോഗ്യത നേടിയിട്ടുള്ളത്. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് തുടരുന്നുണ്ട്. അരവിന്ദ്, ഒന്നാം റാങ്കുകാർ ഉൾപ്പെടെ ഏത് സംസ്ഥാനത്തു നിന്നുള്ളവരാണ്? IAS IFS ഉൾപ്പെടെയുള്ള വേർതിരിവുകൾ, കണക്കുകൾ എങ്ങനെയാണ്? ഇവർ ഏത് സംസ്ഥാനത്താണെന്നുള്ള കാര്യങ്ങളെല്ലാം അല്പസമയത്തിനകം മാത്രമായിരിക്കും പുറത്തു വരിക. ഈ റാങ്ക് പട്ടിക പുറത്തു വരുമ്പോൾ അവരുടെ പേരും സീരിയൽ നമ്പറും മാത്രമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ളത്. ഒന്നാം റാങ്ക് ലഭിച്ചത് അനൂജ് അഗ്നിഹോത്രിയാണ്. അതുപോലെ തന്നെ രാജേശ്വരി സുവേക്കിനാണ് 2ാം റാങ്ക് ലഭിച്ചിരുന്നത്. അൻഷക് ദള്ളിന് 3ാം റാങ്കും ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം പുറത്തു വരും. 958 പേരാണ് മൊത്തം ഈ സിവിൽ സർവീസ് പരീക്ഷയിൽ യോഗ്യത നേടിയിരിക്കുന്നത്. 180 പേർക്ക് IAS, അതുപോലെ തന്നെ 55 പേർക്കായിരിക്കും IFSലേക്ക് സേവനത്തിലേക്ക് ലഭിക്കുക. അതേസമയം
150 പേർക്ക് IPS-ലേക്കും ലഭിക്കും. 1057 വേക്കൻസികളാണ് മൊത്തം ഈ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലേക്കായിരിക്കും ഇവരെ നിയമിക്കുക. 2025 പരീക്ഷാ ഫലം, എഴുത്തു പരീക്ഷ, അതിനുശേഷം നടന്ന ഇന്റർവ്യൂ അടക്കം കഴിഞ്ഞതിന് ശേഷമുള്ള റാങ്ക് പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മൊത്തം 958 പേർ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് യോഗ്യത നേടി. 1057 വേക്കൻസികളുണ്ട്. അനൂജ് അഗ്നിഹോത്രിയാണ് ഒന്നാം സ്ഥാനം. ആദ്യ 100-ൽ 2 മലയാളികൾ ഉൾപ്പെടുന്നു. 105-ാമത്തെ റാങ്കിലും അതുപോലെ തന്നെ മറ്റ് റാങ്കുകളിലും മലയാളികൾ ഉൾപ്പെടുന്നുണ്ട്. 57-ാമത്തെ റാങ്ക് ശ്രീജ ജയസിനാണ് ലഭിച്ചിരിക്കുന്നത്. അതേസമയം ഏറ്റവും ഉയർന്ന റാങ്ക്, മലയാളികളിൽ ഏറ്റവും ഉയർന്ന റാങ്ക് നേടിയത് ശ്രുതി ആറാണ്. 18-ാമത്തെ റാങ്ക് ശ്രുതി ആർ നേടിയിട്ടുണ്ട്. മലയാളികൾ പിന്നെ ഉള്ളത് റാങ്ക് 105-ാമത്തെ റാങ്ക് നേടിയിരിക്കുന്നത് ഗോപിക ബി ആണ്. പിന്നെ 133-ാമത്തെ റാങ്ക് നേടിയിരിക്കുന്നത് ശ്രീലക്ഷ്മി VC. അതുപോലെ തന്നെ 162-ാമത്തെ റാങ്ക് സൂര്യ VKയും നേടിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.